ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ ബന്ന് അഥവാ ദിൽകുഷിൻ്റെ റെസിപ്പിയാണ്. ഇനി ബേക്കറിയിൽ പോയിട്ട് ക്യാഷ് കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഓവനിൽ റെഡിയാക്കാം, ഓവനിൽ ഇല്ലാണ്ട് റെഡിയാക്കാനായിട്ട് പറ്റും. അത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ്, ഇതിലേക്ക് 2 ടീസ്പൂണും പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഈസ്റ്റൊക്കെ നല്ലതുപോലെ ആക്റ്റീവായി വരട്ടെ. ഇത് അരക്കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇവിടെ ഈസ്റ്റൊക്കെ നല്ലതുപോലെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് കുഴച്ചെടുക്കുന്ന ടൈമിൽ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ സ്റ്റിക്കി ആയിരിക്കണോ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേന് നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി കാഷ്യും കിസ്മിസും എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഫില്ലിങ്ങായിട്ട്. ഇതിലേക്ക് 2-3 ഏലക്ക, അതിൻ്റെ കുരു ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങായി വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര കുറച്ച് അധികം തന്നെ വേണം. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇവിടെ ഫില്ലിങ് റെഡിയായിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഫില്ലിങ്ങാണ്. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ ഡബിളായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. പരത്തി കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാൻ പാടില്ല കേട്ടോ. അത്യാവശ്യം കട്ടിക്ക് വേണം പരത്തി കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്കത് എടുക്കുന്ന ടൈമിൽ നല്ലതുപോലെ വലിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അങ്ങനെ അതവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അതൊന്ന് ബേക്കായി വരുന്ന ടൈമിൽ അതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇവിടെ നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് പരത്തിയിട്ട് കറക്റ്റായിട്ട് ലെവലാക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫില്ലിങ് ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. തേങ്ങയും എല്ലാം അതിൻ്റെ ആ കൂട്ടൊന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരമൊക്കെ ഉണ്ടോയെന്ന്. മധുരം കുറവാണെങ്കിൽ എന്തായാലും ഇട്ട് കൊടുക്കണം. മധുരം കുറവായി വെച്ചാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മധുരം വേണം. അങ്ങനെ അതവിടെ അടുത്തത് എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പിന്നെ ഇതാ ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ വെച്ചതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫില്ലിങ് കാണാത്ത രീതിയിൽ നമ്മൾ അടിഭാഗത്ത് പരത്തിയില്ലേ അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് സെക്യൂറാക്കി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ അമർത്തി വെച്ചാൽ തന്നെ അതൊന്ന് പ്രസ്സായി വരും കേട്ടോ. നല്ല പ്രസ് ചെയ്ത് കൊടുത്താലേ മതിയാവും. എന്നിട്ട് അടിഭാഗത്ത് കുറച്ച് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാണ്ടിരിക്കാനാണ് ബേക്ക് ചെയ്ത് എടുക്കുന്ന ടൈമിൽ. നമുക്കിത് ഓവനിലും ബേക്ക് ചെയ്യാം, ഓവനില്ലാണ്ടും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊരു എഗ്ഗൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതവിടെ നമ്മുടെ മാവൊക്കെ ഒന്ന് ഡബിളായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എഗ്ഗ് വേണ്ടാന്നുണ്ടെങ്കിൽ പാൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ്. വെള്ള കളർ എള്ളുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതവിടെ ഓവനിൽ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കോയിലും കൂടിയിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇതവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. 170 ഡിഗ്രിയിൽ 2 കോയിലും ചൂടാക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്.
അങ്ങനെ അതവിടെ 30 മിനിറ്റ് ആകുമ്പഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് ബ്രെഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഒക്കെ വരും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്ന് ഒരു സ്റ്റിക്കാ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കി വെച്ചാൽ വെന്തോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഇനി ഇതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതവിടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റിലുള്ള ഒരു ദിൽഖുഷ് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓവനില്ല പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന അതേ മെത്തേഡിൽ നമുക്ക് ഇതും നമുക്ക് വീട്ടിൽ ബേക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.